മുൻകഴിഞ്ഞു പോയ തൗറാത്ത്, ഇഞ്ചീൽ, ഇതുപോലെയുള്ള ഒരുപാട് കിതാബുകൾ ഞാൻ ഓതിയിട്ടുണ്ട്. ആ കിതാബിൽ എനിക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരാൾ റജബ് മാസത്തിൽ അന്ന മൻ ഇസ്തഗ്ഫറല്ലാഹ ഫീ റജബിൻ ബിൽ ഗദാത്തി വൽ അശി യർഫഉ യദൈഹി, ഒരാൾ റജബ് മാസത്തിൽ 2 കൈ ഉയർത്തിക്കൊണ്ട് സുബഹിക്കും രാത്രിയും, അഥവാ രാത്രിയും പകലും ഒരാൾ 2 കൈ ഉയർത്തി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ, അള്ളാഹുവിനോട് വിട്ടുപൊറുക്കലിനെ ചോദിച്ചാൽ, അഥവാ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം അല്ലാഹ്, വർഹംനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, വതുബ് അലയ്യ, എൻ്റെ തൗബ നീ സ്വീകരിക്കും, എൻ്റെ തൗബയെ നീ കബൂലാക്കണം. ഈ ഒരു ദുആ സുബഹിക്കും പകലും രാത്രിയും എഴുവപ്പെട്ട ഒരാൾ കൈ ഉയർത്തിയ ദുആ എന്നാൽ മഹാനവറുകൾ പറയുന്നത് നരകം അവനെ തൊടുകയില്ല എന്ന് പറഞ്ഞാൽ നരകത്ത് നിന്നിട്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും. എപ്പോ? റജബ് മാസം. എപ്പോഴും ചോദിക്കേണ്ട ഒരു ദിക്റാണ്. പ്രത്യേകിച്ചിട്ടും റജബ് മാസത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ പല കിതാബും ഓതിയിട്ടുണ്ട്, അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റജബ് മാസത്തിൽ 70 പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, ഈ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ നരകത്തിൽ കടക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദാക്കിരീങ്ങളാകണം, ഷാക്കിരീങ്ങളാകണം, അള്ളാഹു ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യുന്നവരാവണം. മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ജീവിതം നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് എത്രമാ നിഅമത്ത് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ശുക്ർ മാത്രമേ ഞങ്ങളുടെ ഭാഗത്തില്ലാത്ത, ശുക്ർ കുറഞ്ഞു പോയി. അതുകൊണ്ട് നാം ദിക്ർ ചൊല്ലുന്ന ദാക്കിരീങ്ങളാക്കണം, അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യുന്ന ഷാക്കിരീങ്ങളാകണം. അതേപോലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹദീസ്, അൻ ഇക്രിമ റളിയല്ലാഹു അൻഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, റജബുൽ ഷഹറുല്ലാഹ്, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ഷഹരി, ശഅബാൻ മാസം എൻ്റെ മാസമാണ്. മുത്തുനബി പറയുന്നത്, വറമളാനു ഷഹർ ഉമ്മത്തി, റമളാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ, എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. ഇവിടെ നോക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു റജബുൽ ഷഹറുല്ലാഹ്, റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. ഈ ഒരൊറ്റ ഒരു ഹദീസിൻ്റെ ചെറിയൊരു ഭാഗം, ഇതിനൊക്കെ എത്രയോ വിശദീകരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്നല്ല രണ്ടല്ല, എത്രയോ വിശദീകരണങ്ങൾ, എത്രയോ വിഷയങ്ങൾ നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് റജബുൽ ഷഹറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് റജബുൽ ഷഹറുൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് വിട്ടുപൊറുക്കലിനെ ചോദിക്കേണ്ട, ഇസ്തിഗ്ഫാറിനെ ചോദിക്കേണ്ട മാസമാണ് റജബ് മാസം. അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഈ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കേണ്ട മാസമാണ്. അതേപോലെ ചില മഹാന്മാർ പറഞ്ഞു, റജബ് മാസം എന്നുള്ളത് അതൊരു കൃഷി വിത്തിടാനുള്ള ഒരു മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് നമ്മുടെ ഖൽബെല്ലാം ശുദ്ധിയാക്കാനുള്ള മാസമാണ്. അതാണ് മഹാന്മാർ പറഞ്ഞത്, വിത്ത് ഇടാനുള്ള മാസമാണ് റജബ് മാസം. ശഅബാൻ മാസം അത് വിത്ത് ഇട്ടിട്ട് അത് മുളച്ച് വന്നിട്ട് അതിലേക്ക് വെള്ളം ഇറക്കാനുള്ള, തണ്ണി കൊടുക്കുള്ള, തണ്ണി വീത്തുള്ള ഒരു മാസമാണ് ശഅബാൻ മാസം. അതേ സമയത്ത് റമളാൻ മാസമോ ഈ വിത്തിട്ടിട്ട് കൃഷിയാക്കിയിട്ട് അതിലുള്ള പഴങ്ങളെ കൊയ്തെടുക്കാനുള്ള മാസമാണ് റമളാൻ മാസം.
അപ്പോൾ റജബിന് കണക്കില്ലാത്ത ഇത് ബഹുമാനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, റജബ് മാസം അത് ആഫാത്തുകളെ ഒഴിവാക്കാനുള്ള മാസമാണ്. അതേപോലെ ഷഅബാൻ ധാരാളം ത്വാഅത്തുകൾ ഇബാദത്തുകൾ അവിടെ നിന്ന് ചെയ്യേണ്ട മാസമാണ്. റമളാൻ മാസം അത് ബഹുമാനത്തെ നോക്കേണ്ടത്, ആദരവിനെ, അള്ളാഹു ചെയ്ത ആ കറാമത്തിനെ, ആ ബഹുമാനത്തെ പ്രതീക്ഷിക്കേണ്ട മാസമാണ് റമളാൻ മാസം. ഇതെല്ലാം റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി റമളാനു ഷഹ്റു ഉമ്മത്തി, ഈ ഹദീസിലേക്ക് വിശദീകരണം പറഞ്ഞ മഹാന്മാർ. റജബ് മാസം എന്നുള്ളത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. വശഅബാനു ഷഹ്റു സ്വലാത്തി അല നബിയിൽ മുഖ്താർ, ഷഅബാൻ മാസം ധാരാളം ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. എന്തേ കാരണം? റബീഉൽ അവ്വൽ മാസത്തിലാണ് മുത്തുനബി ജനിച്ചത്. അതിൽ ധാരാളം മദ്ഹുകൾ പറയണം. അതേ സമയത്ത് ഷഅബാൻ മാസം എന്റെ മാസമാണ് എന്ന് മുത്തുനബി പറഞ്ഞു. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വശഅബാനു ഷഹ്റു സ്വലാത്തി അല നബിയിൽ മുഖ്താർ, മുത്തുനബിന്റെ മേലെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ്. ഇൻഷാ അല്ലാഹ് ഷഅബാൻ എത്തുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് എന്താക്കാം പറയാം. അപ്പൊ ഏതായാലും ഈ ഒരു മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട മാസമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ മൂസ ഇബ്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഖാല, ബഹുമാനപ്പെട്ട മൂസ ഇബ്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു, ഹബീബായ മുത്തുനബിന്റെ ഖാദിമായിരുന്ന, അവിടെ നിന്ന് ഖിദ്മത്ത് ചെയ്തിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്തെന്ന്? അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നത്തി നഹറൻ യുഖാൽ ലഹു റജബുൻ, സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്, ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരെന്താണ്? റജബ് എന്നാണ് അതിന്റെ പേര്. ആ നദിയുടെ ആ വെള്ളമുള്ള, ആ ജലമുള്ള, ആ സമുദ്രത്തിന്റെ പേരാണ് റജബ് എന്ന്. ഇൻഷാ അല്ലാഹ് അതിന്റെ മഹത്വം ആർക്കെന്നും അത് ആർക്കുള്ളതാണ് എന്നും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, റജബ് മാസത്തിലേക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. നാം ചെയ്തു പോയ ദോഷങ്ങളെല്ലാം റബ്ബിനോട് വിട്ടുപൊറുക്കലിനെ ചോദിച്ചിട്ട് നമ്മുടെ ഖൽബൊന്ന് ശുദ്ധിയാക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു മാസമാണ് റജബ് മാസം. അതേ സമയത്ത് ഷഅബാനാകുമ്പോൾ ഞങ്ങൾ നല്ല ഒരു മുത്തഖീങ്ങളായി ദോഷങ്ങളെല്ലാം കഴുകി മുത്തുനബിന്റെ മേലെ സ്വലാത്തെല്ലാം ചൊല്ലിയിട്ട് നല്ല ഒരു റെഡിയായ ആളാവണം. അതല്ലേ വിത്തിയിട്ടിട്ട് വെള്ളമല്ല അത് മുളച്ചിട്ട് നല്ല ഉഷാറാവണം. റമളാനാകുമ്പോൾ ആ റബ്ബ് തരുന്ന ആ നിഅമത്തുകളെ ഭാരിക്കൂട്ടുന്ന ആളുകളാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാനെ, ആഫിയത്ത് തരണം റഹ്മാനെ, ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം റഹ്മാനെ, ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളെ പാനീയത്ത് വലിയ ബറക്കത്ത് നിഅമത്ത് ഞങ്ങൾക്ക് നീ ചൊരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഈമാനോട് തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.